ഹായ്, എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സാധാരണ കപ്പ ബിരിയാണി ബീഫ് വെച്ചാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ചിക്കൻ വെച്ചുണ്ടാക്കുന്ന കപ്പ ബിരിയാണിയാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ നാടൻ ചിക്കൻ കപ്പ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി, കുറച്ച് അളവ് മതിയെങ്കിൽ ഇതിൻ്റെ പകുതി ചിക്കൻ എടുക്കുക. ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതുപോലെ തന്നെ പകുതി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാതിരിക്കാൻ നോക്കണം. അപ്പോൾ ആദ്യം കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ വലിയ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് നാരങ്ങാനീര്, ഒരു 2-3 ടീസ്പൂൺ നാരങ്ങാനീര്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലോട്ട് മസാലകൾ പുരട്ടി വെക്കണം. ഇതൊരു അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുന്നത്. കുറച്ച് സമയം കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. ആ ചിക്കനിലോട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഗ്രേവിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഇതിനകത്ത് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നില്ല, വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ ഒരു 5 സവോള നീളത്തിന് കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള ഇതുപോലെ നല്ലതായിട്ട് വഴഞ്ഞു വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ പച്ചമുളകാണ് ഞാൻ ചേർത്തത്. അത് എരിവ് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ, എത്ര വേണമെന്ന് വെച്ചാൽ. അപ്പോൾ ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറണം. സവോള കുറച്ചും കൂടെ ഒന്ന് നിറം മാറണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പൊക്കെ മാറി സവോള ഇതുപോലെ കുറച്ചും കൂടെ ഒന്ന് നിറം മാറി വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/2 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ബിരിയാണി മസാല ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ 3/2 ടീസ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ പച്ചപ്പൊന്ന് മാറണം. പൊടികൾ ഒന്ന് മൂത്ത് കഴിയുമ്പം 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. ഈ തക്കാളി നല്ലതായിട്ട് വെന്ത് ഈ മസാലയുടെ കൂടെ ചേരണം. ഇത് തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു വലിയ പിടി മല്ലിയില ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിടാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഒരു 4-5 തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതിനകത്ത് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ചിക്കനിൽ നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ച് ഇതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. ഇതിനകത്ത് വെള്ളം ഒഴിക്കേണ്ട, ചിക്കൻ എന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്ത് വരട്ടെ. ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയും കൂടി വേവിച്ചെടുക്കാം. ഞാൻ 2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. എത്ര ചിക്കൻ എടുക്കുന്നോ അതേ അളവിൽ തന്നെ കപ്പ എടുക്കാം. ഒരു നന്നായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. കപ്പ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നല്ലതായിട്ട് വേവുന്ന കപ്പയായിരിക്കണം. നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കപ്പയായിരിക്കണം. കട്ടിയായിട്ട് കിടക്കുന്ന ആ ടൈപ്പ് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റി മാറ്റി വെക്കണം. അപ്പോൾ ഇത് കപ്പ നന്നായിട്ട് വെന്തപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളം ഊറ്റി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാ പീസും അല്ല, കുറച്ച് പീസുകൾ മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നല്ല കപ്പയാണെങ്കിൽ നമ്മളിത് ഇതുപോലെ സ്പൂണിട്ട് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ കുറച്ച് പീസുകളൊക്കെ അങ്ങ് ഉടഞ്ഞു കിട്ടും. ഇത്രയും മതി. കണ്ടോ, ഈ ടൈപ്പിലുള്ള ഇതുപോലെ വേവുന്ന കപ്പ തന്നെ എടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് മതി. ഇപ്പോൾ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചിക്കൻ ഒരുപാട് വറ്റിപ്പോരുത്, കുറച്ച് ഗ്രേവി വേണം. നമ്മൾ കപ്പയുടെ കൂടെ മിക്സ് ചെയ്യുമ്പം അതിനകത്തോട്ട്, ആ കപ്പയിലോട്ട് പിടിക്കാനും കൂടി കുറച്ച് ഗ്രേവി അതിനകത്ത് വേണം.
അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഒരു വലിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടുമ്പം ഒരു വലിയ പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ കറി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച കപ്പയും ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ, അത് കുഴപ്പമില്ല, അങ്ങനെയാണ് വേണ്ടത്. ആ ചിക്കനും കുറച്ച് ചിക്കനും കപ്പയും എല്ലാം കൂടി നല്ലതായിട്ട് അങ്ങ് മിക്സായി വരണം. ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ലാസ്റ്റ് ഇതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പ ബിരിയാണി റെഡി. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം തന്നെ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമ്പോൾ അഭിപ്രായമൊക്കെ അറിയിക്കണേ. ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.